പന്തീരങ്കാവിലാണ് വ്ളോഗർ ഉൾപ്പെട്ട MDMA കേസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത്. ലഹരിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ ലഹരി മാഫിയ സംഘത്തിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ 7 പേർ കോഴിക്കോട് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട്. പിടികിട്ടാപ്പുള്ളികളും റൌഡി ലിസ്റ്റിൽ ഉള്ളവരും ഉൾപ്പെടുന്ന ഈ സംഘത്തിൽ മലയാളികളായ പ്രതികളെ ഉത്തരേന്ത്യൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. ഷഹദ് റഹ്മാൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹദ്, ആദ്യം എക്സൈസ് സംഘത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഇത്തരത്തിൽ ലഹരി പിടികൂടുമ്പോൾ അവിടെ വെച്ച് അന്വേഷണം അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇത് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. കോടികളുടെ ലഹരിയാണ്, കിലോ കണക്കിന് ലഹരി വസ്തുക്കളാണ് പിടികൂടുന്നത്. പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിംഗ് ആണ് സമൂഹത്തിലേക്ക് ചെലുത്തുന്നത് എന്നു മാത്രം. അപ്പോൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ ഇതിൻ്റെ ഒരു സ്രോതസ്, ഒരു സോഴ്സ് തേടി പോകുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്നതാണോ ഷഹദ്? ഷിഹാസ്, കേരളത്തിൽ ഒരുപക്ഷെ എക്സൈസ് സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ലഹരി വേട്ടയായിരിക്കും, അല്ലെങ്കിൽ ലഹരിയുടെ ഉറവിടം തേടിയുള്ള യാത്രയുടെ ഒരു പരിസമാപ്തിയിലേക്ക് ഇനി അധികം ദിവസമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം കോഴിക്കോട് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർ ഉൾപ്പെടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ അന്ന് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചില കണ്ടെത്തലുകളാണ് വളരെ നിർണായകമായിട്ട് മാറുക. അടുത്ത ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വാർത്താ സമ്മേളനം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിന് ആധാരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പന്തീരങ്കാവിലാണ് നേരത്തെ ഒരു യുവതിയെയും യുവാവിനെയും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 2 കിലോ MDMA ആണ് അന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം വിപണിയിൽ 3 കോടിയോളം രൂപ വില വരുന്ന MDMA പിടികൂടി. ഈ MDMA പിടികൂടിയതിന് പിന്നാലെ ഇതിന്റെ ഉറവിടം തേടിയുള്ള യാത്രയിലേക്ക് കോഴിക്കോട് എക്സൈസ് സംഘം കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഈ അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ മലയാളികൾ ഉൾപ്പെടെ 7ഓളം ആളുകളെ എക്സൈസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. നിർണായകമായിട്ടുള്ള വാർത്താ സമ്മേളനം അത് അടുത്ത ദിവസം എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മലയാളികളായിട്ടുള്ള യുവതിയും യുവാക്കളുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ പിടികൂടിയിട്ടുള്ളത് അതായത് ഉത്തരേന്ത്യൻ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മലയാളികളാണെങ്കിലും ഈ യുവാക്കൾ കേരളത്തിലല്ല താമസിക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം പോലീസ് നാളുകളായിട്ട് തെരയുന്ന നിരവധി പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പോലീസിന് പിടികൂടാൻ പറ്റാത്ത ആളുകളെ പോലും എക്സൈസ് വലയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പോകുന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി ഇടപാടുകളെ കുറിച്ചാണ്. കാരണം കേരളത്തിൽ യുവാക്കൾക്കിടയിലേക്ക് ലഹരി എത്തിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തുക, കച്ചവടം നടത്തുക, അത് കൊണ്ടുപോകുക, കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന യുവാക്കളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വാർത്താ സമ്മേളനം ഉണ്ടാവും. കോഴിക്കോട് എക്സൈസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. അടുത്ത ദിവസം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഉടൻ തന്നെ വാർത്താ സമ്മേളനവും നമ്മൾ പ്രതീക്ഷിക്കും. ശരി ഷഹദ, അപ്പോൾ ഈ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ഈ ലഹരിയുടെ ഉറവിടം തേടിപ്പോയി പ്രധാനപ്പെട്ട കണ്ണികളെ പിടികൂടിയ കോഴിക്കോട്ടെ എക്സൈസ് സംഘത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം നിങ്ങൾ തീർച്ചയായും തുടരണം.